2015 ഒരു താൽക്കാലിക ആശ്വാസം പ്രവർത്തിക്ക് എനിക്ക് നിങ്ങൾക്കുള്ള പ്രൊട്ടക്ഷൻ, ഉൽപ്പന്നം വാങ്ങുന്ന ആൾക്ക് പ്രൊട്ടക്ഷൻ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വെച്ച് അവിടുന്ന് ഇങ്ങോട്ട് വീണ്ടും നടത്തിയ സമരങ്ങൾ, അതിനകത്ത് MLA മാർക്ക് MP മാർക്കൂടെ ഇടപെടൽ. അങ്ങനെ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 19-ാം തീയതി സർക്കാർ വീണ്ടും ഒരു മാറ്റമുണ്ടാക്കി. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കും സംരക്ഷണം നൽകാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചു. അത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ആ പരിപാടിക്ക് പങ്കെടുത്ത കുറെ ആളുകൾ കൂടുതലുണ്ട്, പോയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവിടെ 6000 ചെയറായിരുന്നു കൊണ്ടുവച്ചത്. എന്നിട്ട് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞ് ഇവന്മാരെ തള്ളു നിങ്ങൾ നോക്കണ്ട, ആള് കുറച്ചേ വരുള്ളൂ. അതുകൊണ്ട് 3000 ചെയർ നിരത്തിയാൽ മതി, ബാക്കി സൈഡാക്കിടാൻ. പക്ഷേ പരിപാടി വെച്ചത് 5:30-ന് 3 മണിയായപ്പോൾ ഒറ്റ ചെയർ ബാക്കിയില്ല. അവിടുത്തെ ഹോളും പുറത്തുള്ള ഗ്രൗണ്ടും മുഴുവനും ഒരു 10,000-ഓളം ആളുകൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വന്ന് നിറഞ്ഞു. അത് കണ്ടപ്പോൾ സംസാരിക്കുന്ന MLA മാര് പറയാണ്, ഈ മേഖലയിൽ ഇത്രയും ശക്തിയുള്ള ആളുകളുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഈ മേഖല ട്രേഡ് യൂണിയൻ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. സഖാവ് പിണറായി വിജയൻ നടുക്കൂടെ നടന്നു വരുന്ന സമയത്ത് പുള്ളി നോക്കുന്നത് കണ്ടാൽ തോന്നുന്നു താഴേക്കാണ്. പുള്ളി ചുറ്റും നോക്കിയിട്ടുണ്ട്, ഈ സാധ്യത മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പിച്ചോ, ഈ മേഖലയില് ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇറങ്ങി പോകുന്നതിന് മുമ്പേ ക്ഷേമനിധി ആനുകൂല്യവും പെൻഷനും പ്രഖ്യാപിച്ചിട്ടേ പോകുള്ളൂ. അല്ലാണ്ട് ഇറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഉറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതൊന്നും വെറുതെ കിട്ടിയതല്ല, ഇതൊക്കെ വർഷങ്ങളുടെ സമരങ്ങളുടെ നേട്ടമാണ്. ഇന്നലത്തെ കശുവണ്ടി തൊഴിലാളിക്കും കർഷക തൊഴിലാളിക്കും കയർ തൊഴിലാളിക്കും പറയാനുള്ളത് പോലെ തന്നെ ഒരു പോരാട്ടത്തിന്റെ ചരിത്രം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ തൊഴിലാളികൾക്കുണ്ട്. ഒന്നും വെറുതെ കിട്ടുന്നതല്ല, ആരുടെ ഔദാര്യമല്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നമ്മുടെ ദിവസമാണ്, ഇനി അങ്ങോട്ട് നമ്മുടെ കാലഘട്ടമാണ്. ഈ നമ്മളെ കുറെ ആൾക്ക് പിന്നെ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ ചെറിയൊരു പരാതിയുണ്ട്. സാറേ ലിസ്റ്റ് ഇട്ടില്ലല്ലോ, ഡയറക്ട് സെല്ലിംഗ് ലീഗൽ കമ്പനി ലിസ്റ്റ് ഇട്ടില്ലല്ലോ എന്ന് ചില ആൾ പറയുന്നുണ്ട്. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, വരാൻ പോകുന്ന കാര്യങ്ങൾ ഇത്തിരി നേരത്തെ ഞാൻ പറയാറുണ്ട്, പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടാറില്ലെന്ന് എനിക്കറിയാം. അല്ല, നമ്മൾ കോഴിക്കോട് നാളന്തയിൽ വലിയൊരു ട്രെയിൻ നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേനോ, മണി ചെൻ കമ്പനിയായുള്ള ഹൈറിച്ചിനെ ഗിവാൻടെക്കിനെ പൂട്ടിയില്ലേ? ആർക്കത്ര ഇഷ്ടമായിണ്ടാവില്ല, പൂട്ടിയില്ലേ? നിങ്ങളെ ഇന്നത്തെ ആളുകൾ എന്ത് പറഞ്ഞാലും ഒരു ദിവസവും നേരം വെളുത്ത് പത്രം വായിക്കുന്ന സമയത്ത് ആ പത്രത്തിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ലീഗലാണ്, സർക്കാർ ഒപ്പം കൊണ്ടുപോകുന്ന മുഖ്യമന്ത്രിയുടെ പടം വെച്ചൊരു പരസ്യം വരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു. 6 പത്രങ്ങൾ വന്നില്ലേ? എന്ന് വിശ്വസിച്ചൂടെ? എന്നാ അടുത്ത പ്രഖ്യാപനം നടത്താൻ പോകുന്നത്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ലീഗൽ കമ്പനി ലിസ്റ്റ് അടുത്ത 2 മാസത്തിനിടെ നമ്മൾ പുറത്തുള്ളൂ. വിടുവിക്കും സർക്കാരിനെ കൊണ്ട്. അതിലെത്ര കമ്പനി ഉണ്ടാവും പറയാൻ എന്നെ കൊണ്ടാവില്ലേട്ടാ. ചിലപ്പോൾ 40 പേര് രജിസ്റ്റർ ചെയ്യും, ചിലപ്പോൾ 20 ആവും, ചിലപ്പോൾ 10 ആവും, 5 ആവാം, 4 ആവാം, 3 ആവാം, 2 ആവാം. ഒരൊറ്റ കമ്പനിയുടെ പേരുള്ളെങ്കിൽ അത് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ആയിരിക്കും. അതിൽ തർക്കമൊന്നും വേണ്ട. വെറുതെ ഇറങ്ങിയതല്ല, തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയത് തന്നെയാ. ഇതിനകത്ത് നേട്ടം ഉണ്ടാക്കിയിട്ടേ പോകുള്ളൂ, കൂടെ വന്നവരെ പ്രൊട്ടക്ട് ചെയ്തേ മുമ്പോട്ട് പോകുള്ളൂ. പ്രിയ സുഹൃത്തുക്കളെ, അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാൽ ആ അറ്റം വരെ പോയിട്ടായാലും വിജയം കൊണ്ടേ നമ്മൾ അടങ്ങുള്ളൂ. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ മാനേജ്മെന്റ് നമ്മുടെ കൂടെ ഉണ്ട്. പ്രതിസന്ധി കാലത്ത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മാനേജ്മെന്റിനകത്ത് പോയപ്പോ, പല ലീഡർമാരെ പോലീസ് അകത്താക്കിയപ്പോ, ഇവിടെ കോഴിക്കോട് അന്നും ഇന്നും വിളിച്ചാൽ കിട്ടുന്ന അതേ ഫോൺ നമ്പറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഈ മാനേജ്മെന്റിലെ വിശ്വാസം കൊണ്ടാണ്. കൂടെ നിർത്തിയിട്ടുണ്ട്, ചേർത്ത് പിടിച്ചിട്ടുണ്ട്, സംരക്ഷിച്ചിട്ടുണ്ട്. സാർ, ഒരു മാനേജ്മെന്റ് നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ 2011 ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്താണ്, മണി ചെയിൻ എന്താണെന്ന് തിരിച്ചറിയാത്ത കേരളത്തിന്റെ പോലീസും ഭരിക്കുന്ന സംവിധാനവും ഈ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ മണി ചെയിൻ എന്ന് പറഞ്ഞ് പൂട്ടിക്കെട്ടിയപ്പോ, അന്ന് പാരന്റ് കമ്പനിയിൽ ഇതേ മാനേജറിനൊപ്പം പ്രവർത്തിക്കുന്ന സമയത്ത് അവസാനത്തെ കൺക്ലൂഡിംഗ് നടത്തി ഞാനായിരുന്നു. ഇതേ ഹോൾ, ഇതേ സ്റ്റേജിൽ വെച്ച് പോലീസിനെ പേടിച്ച് പല ലീഡർമാരും കൂടി വന്നില്ല. അന്ന് നരവേട്ട നടത്തുന്ന സമയത്ത് കോഴിക്കോട് അവസാനത്തെ മീറ്റിംഗ്, ആ കമ്പനിയുടെ അവസാനത്തെ മീറ്റിംഗ് ഇതേ ഹോളിലാണ് നടന്നത്. അവസാനം സംസാരിച്ചത് ഞാനായിരുന്നു. അന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഈ ഇൻഡസ്ട്രിക്ക് നിയമനിർമ്മാണം നടത്തിയിട്ട് ഇതേ സ്റ്റേജിൽ ഒന്നുകൂടി കയറി നിന്ന് സംസാരിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് നാട്ടിലെ ആളുകൾ ഇന്നും മണി ചെയിനെന്നും ആളെ ചേർക്കലെന്നും കണ്ണി ചേർക്കലെന്നും കണ്ണി പൊട്ടലെന്നും ആദ്യം വന്നവന് കിട്ടലെന്നും പിന്നെ വന്ന പൊട്ടലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നാട്ടുകാർക്ക് വിവരമില്ലാത്ത എന്തെങ്കിലും പറയട്ടെ. ഭരിക്കുന്ന സർക്കാരിനും IAS IPS ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ, മുടക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ള ഉൽപ്പന്നം കൊടുക്കുന്നത് ഞാൻ ചെയ്യുന്ന കച്ചവടമാണെന്ന് അന്നും ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്ത് കൃത്യമായ ഒരു നിയമനിർമ്മാണം അത് നടന്നില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല.
ഇന്ന് ഇവിടുന്ന് ഏതെങ്കിലും ലീഡേഴ്സ് എന്തൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിയാണോ അല്ലോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ തന്നെ മൊബൈൽ ഫോണുകളുണ്ട്. അതൊരു മിനി കമ്പ്യൂട്ടറാണ്. എല്ലാവരുടെയും ഫോണുകൾ ആൻഡ്രോയിഡ് ഫോണുകളാണ്. എന്നാൽ ഞാൻ 2006 ഈ ഓപ്പർച്യൂണിറ്റിക്ക് പ്രവർത്തിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അങ്ങനെ സംവിധാനം ഉണ്ടായിരുന്നില്ല. അന്ന് ഫോൺ ഉപയോഗിക്കുന്ന ആളുടെ എണ്ണം കുറവാണ്. 2, ഉപയോഗിക്കുന്ന ഫോണിൽ കോൾ ചെയ്യാനും മെസ്സേജ് അയക്കാനും മാത്രമേ പറ്റുള്ളൂ. വേറെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അന്ന് 3300യും 6300യും 1100 ഒക്കെ അന്നത്തെ ഏറ്റവും മികച്ച ഫോണ്. ഇന്ന് പൂച്ചേനറിയാൻ പോലും ആ സാധനം കൊള്ളൂല. ആ കാലഘട്ടത്തിൽ പറയുന്നത് മുഴുവൻ വിശ്വസിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് എന്തു പറഞ്ഞാലും അത് ശരിയാണെന്ന് ഉറപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്ത് നിയമനിർമ്മാണം നടക്കാത്ത വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. 2006 ഞാൻ മുടക്കുന്ന പൈസയും മൂല്യമുള്ള ഉൽപ്പന്നം കൊടുക്കുന്നത് ഇതൊരു കച്ചവടമാണെന്ന് തിരിച്ചറിഞ്ഞു. ഇതൊരു സാധ്യത ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തുടക്കം തൊട്ടേ ഫുൾ ടൈം കരിയറായി ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ സർക്കാർ സർവീസിൽ ജോലി വേണ്ടെന്ന് വെച്ച് ഫുൾ ടൈം കരിയറായി ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റതാണ് ഞാൻ. ഇന്ന് ബോബി സാറ് പറഞ്ഞു 10-20 വർഷമായല്ലോ ഇതിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സൊക്കെ ഈ മേനേജ്മെന്റിനൊപ്പം ചേർന്നിട്ട്. ശരിയാണ്. അന്നായ കാലത്ത് ശബരിമലയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ 18 കൊല്ലം കഴിഞ്ഞ് തെങ്ങും തൈ വെക്കേണ്ട സമയമായി MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിനകത്ത് ഞാൻ, അല്ലെങ്കിൽ ഈ മാനേജ്മെന്റിനൊപ്പം ഞാൻ 10-12 വർഷം ഞാനും കഴിഞ്ഞു ഈ മാനേജ്മെന്റ് വിശ്വസിച്ച് കൂടെ കൂടിയിട്ട്. പക്ഷേ ഈ മേഖലയിൽ നിയമനിർമ്മാണം നടക്കാത്ത ഒറ്റ കാരണം കൊണ്ട് ഇതിനെ ഒരു ദിവസം നന്നായി പ്രവർത്തിച്ച് വരുമാനം വാങ്ങുന്ന ആളുകൾ ഒരു രാത്രി ഇട്ട് നേരം വെളുക്കുന്ന സമയത്ത് കള്ളന്മാരെന്ന് ഇവിടുത്തെ പോലീസും സർക്കാരും മുദ്ര കുത്തിയപ്പോ, പല ലീഡർമാരും നാട് വിട്ടപ്പോ, പല ലീഡേഴ്സും വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കഴിയാത്ത വന്നപ്പോ, പല മേഖലയും അകത്താക്കിയ സമയത്തും ഞാൻ വിശ്വസിച്ചു ഈ മേഖലയിൽ ഒരു നിയമനിർമ്മാണം നടത്തിയതിനു ശേഷം ഇത് 100% ലീഗലാക്കിയിട്ട് വീണ്ടും പ്രവർത്തിക്കണം, സ്റ്റേജിൽ കയറി സംസാരിക്കണം, എന്നിട്ടേ സത്ത് വീഴാവുള്ളൂ. അങ്ങനെ ഇറങ്ങിപ്പോയതാണ് 2011 ഇതേ സ്റ്റേജിൽ നിന്ന്. പ്രിയ സുഹൃത്തുക്കളെ, അതിനുശേഷം തിരിച്ചു വന്ന് ഇന്ന് 2 ID ITC ആക്കി കോടികൾ വരുമാനം വാങ്ങി നിൽക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ സന്തോഷം അന്ന് തുടങ്ങി വെച്ച ട്രേഡ് യൂണിയൻ പ്രവർത്തനം 2011 പോലീസ് ഓടി കടന്ന് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ആരും ആരെയും സഹായിക്കാത്ത സമയത്ത്, ഒരുപക്ഷെ കേരളത്തിലൊരു സ്വഭാവം വെച്ച് ഒരു തൊഴിലാളിക്ക് ഒരു പ്രശ്നം വന്നാൽ ആദ്യം പോയി കാണുന്നത് ട്രേഡ് യൂണിയൻ CITO ആകാനുള്ള സാധ്യതയുണ്ട്. ആ CITO ഞങ്ങൾ സമീപിച്ചു. അന്നത്തെ പ്രധാന ലീഡർ സഖാവ് എളമരക്കരിയും പറഞ്ഞു, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്ത് ട്രേഡ് ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ന്യൂജൻ രംഗത്തേക്ക് ഞങ്ങൾ ഉദ്ദേശമില്ല സംഘടന ഉണ്ടാക്കാൻ. INDC സമീപിച്ചു, അത് തന്നെയാണ് മറുപടി. BMS സമീപിച്ചു, അത് തന്നെ മറുപടി. എന്നാൽ ആദ്യമായി അന്ന് സഖാവ് കാനൻ രാജേന്ദ്രൻ AITCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ മേഖലയെക്കുറിച്ച് പഠിക്കാനും ഈ മേഖലയിൽ ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഇന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞത് ഞാൻ AITCക്കാരനല്ല, CPI-കാരനല്ല, അദ്ദേഹത്തിന്റെ പാർട്ടി എനിക്ക് ബന്ധമൊന്നുമില്ല. പക്ഷേ ചരിത്രം നമുക്ക് മറന്നുകൂടാ. 2011 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ആദ്യമായി സംഘടനാ രൂപീകരണം നടക്കുമ്പോൾ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ നല്ല ഡ്രസ് കോഡ് കൊണ്ട് ആ ഹാളിലേക്ക് തടിച്ചുകൂടി. ആ ഹാളിൽ ആദ്യമായി, ഒരുപക്ഷെ കേരളത്തിലോ ഇന്ത്യയിലോ ലോക ചരിത്രത്തിൽ ആദ്യമായോ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്ത് ആദ്യത്തെ സംഘടന പറഞ്ഞു, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് ഫെഡറേഷൻ. ആ സംഘടന രൂപീകരിച്ച സമയത്ത് രാഷ്ട്രീയം നോക്കാതെ മുഴുവൻ തൊഴിലാളികളും ഒറ്റ സംഘടനയ്ക്ക് അണിനിരന്നു. അങ്ങനെ ഞങ്ങളൊക്കെ വിചാരിച്ചത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു സംഘടനാ രൂപീകരണം നടന്നപ്പോ പിറ്റേ ദിവസം പത്രത്തിലൊക്കെ വലിയ വാർത്ത ഉണ്ടാവുന്ന, പിറ്റേ ദിവസം മലയാള പത്രങ്ങൾ വാർത്ത എഴുതി, മണി ചെയിനും സംഘടന. അന്നും നമ്മളെ കളിയാക്കിയിട്ടുള്ളൂ. അങ്ങനെ സമരങ്ങൾ തുടങ്ങി. 2011 മുതൽ AITC തുടങ്ങിയ സമരങ്ങൾ. പിന്നീട് അങ്ങോട്ട് ഈ മേഖലയിൽ INDC രൂപീകരിച്ചു, CITU രൂപീകരിച്ചു, BMS രൂപീകരിച്ചു, STU, HMS, ഇങ്ങനെ 6 തൊഴിലാളി സംഘടനകൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇവിടെ തിരുവനന്തപുരത്തേക്ക് സെക്രട്ടേറിയറ്റ് മാർച്ച്, സെക്രട്ടേറിയറ്റ് മുമ്പിൽ നിരാഹാര സമരം, പാർലമെന്റ് മാർച്ച്, പാർലമെന്റ് മുമ്പിൽ സമരങ്ങൾ, നിയമസഭയ്ക്കകത്തും പാർലമെന്റിനകത്തും MLA-മാരെ കൊണ്ടും MP-മാരെ കൊണ്ടും ഈ വിഷയം ഉന്നയിപ്പിക്കൽ. അവര് പാർലമെന്റിനകത്തും നിയമസഭയിലും വിഷയം ഉന്നയിക്കുമ്പോൾ പുറത്ത് 10,000-കണക്കിന് ആളുകൾ അണിനിരത്തിക്കൊണ്ട് സമരങ്ങൾ. അങ്ങനെ 2011 മുതൽ 2015 വരെ നടത്തിയുള്ള വലിയ സമരങ്ങളുടെ നേട്ടമാണ് കഴിഞ്ഞ 2015 ജൂലൈ മാസം 29 അന്നത്തെ സർക്കാർ ഇറക്കിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടും നമുക്ക് പ്രവർത്തിക്കാനുള്ള അവസരവും. ഇന്ന് ഈ മേഖലയിൽ ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്ന ആൾ വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇവിടുത്തെ ആളുടെ ഔദാര്യം കൊണ്ട് കിട്ടിയതല്ല, നമ്മൾ നടത്തിയ സമരങ്ങളുടെ നേട്ടമായി കിട്ടിയതാ. അതുകൊണ്ട് ഇന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒരു പോലീസുകാരന്റെ ഔദാര്യമല്ല. പല മീറ്റിങ്ങുകൾ നടക്കുന്ന സമയത്ത് പോലീസ് വരുന്നു പറഞ്ഞപ്പോ മീറ്റിംഗ് നിർത്തി ഓടിയ കാലമുണ്ട്. ഇനി അത് പേര് വിചാരിച്ച് ഏതെങ്കിലും പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ ഓരോക്കെ ഏത് സ്റ്റേഷനിൽ പണിയെടുക്കണം തീരുമാനിക്കുന്നത് നമ്മളായിരിക്കും. മറക്കണ്ട.